പാലേക്കർ കൃഷിരീതി നമുക്ക് അല്പം വിശദമായിട്ട് നോക്കാം. 1949 ജൂലൈ 1 മഹാരാഷ്ട്രയിലെ വിദർഭയിൽ ജനിച്ച പാലേക്കർ, അദ്ദേഹം ഡിഗ്രി ഹോൾഡറാണ്, കൃഷിശാസ്ത്രത്തിൽ തന്നെ അറിവുള്ള ആളാണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്, അല്ലെങ്കിൽ പാലേക്കർ മെത്തേഡ് എന്ന സ്വാഭാവികമായ കൃഷിരീതി നമ്മൾ പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത, കർഷകർക്ക് പുറത്തു നിന്ന് വളവും കീടനാശിനി വിത്ത് എന്നിവയൊന്നും വാങ്ങാതെ പ്രകൃതിദത്തമായ വിഭവങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാനായിട്ട് മാർഗ്ഗങ്ങൾ അദ്ദേഹം വളരെ സിസ്റ്റമാറ്റിക്കായ രീതി പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം, കൃഷിക്കാരൻ്റെ പൈസ കമ്പനികളും മറ്റ് മെത്തേഡുകളിലേക്കൊന്നും പോകാതെ മറ്റാരും ചൂഷണം ചെയ്യപ്പെടാതെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഹോളിസ്റ്റിക് സ്പിരിച്വൽ ഫാമിംഗ്, പ്രധാനപ്പെട്ട പുസ്തകം. 2016 പത്മശ്രീ വരെ ലഭിച്ച അദ്ദേഹത്തിൻ്റെ കൃഷിരീതികൾ വളരെ കാര്യമായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അവലംബിക്കാവുന്ന ശാസ്ത്രീയമായ മെത്തേഡുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെന്തൊക്കെയാണ് അതിനകത്ത് അദ്ദേഹം പ്രധാനമായിട്ടും പറയുക? വളം, കീടനാശിനി എന്നിവയ്ക്ക് വേണ്ടി ഒരു പൈസയും ചിലവാക്കുന്നില്ല. മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, അതോടൊപ്പം നമുക്ക് പരിചിതമായ പശുവിൻ്റെ ഉൽപ്പന്നങ്ങൾ, മൂത്രം, ചാണകം എന്നിവ ഉപയോഗിച്ച് വിളകൾ വളർത്തുന്നു. മണ്ണിനെ ജീവിയായി കാണുക, അതിനകത്ത് വളരുന്ന സൂക്ഷ്മ ജീവികളെ സംരക്ഷിച്ച് അവയെ പ്രോത്സാഹിപ്പിച്ചും വളർത്തിയും അതിന് വളരാവുന്ന സാഹചര്യങ്ങൾ നൽകിയുമൊക്കെ കൃഷികൾ നടത്തുക. അതോടൊപ്പം ഭാരതത്തിൽ വളരെ നമുക്കറിയാവുന്നതും സ്വാഭാവികമായി പരിപാലിച്ചു പോന്നിരുന്ന പശു കേന്ദ്രീകൃതമായ മാതൃക, നാട്ടുപശുവിൻ്റെ മൂത്രവും ചാണകവും ഒക്കെ പ്രധാന വളമായിട്ട് ഉപയോഗിച്ച് അതിനെ പരിപോഷിപ്പിച്ച് ചിലപ്പോൾ കീടനാശിനി പോലും ആയിട്ട് അതിനെ മാറ്റാവുന്ന വിധത്തിലുള്ള ഗവേഷണമാണ് അദ്ദേഹം നൽകിയത്. അതിൽ പ്രധാനപ്പെട്ടാണ് നമുക്കറിയാവുന്ന ജീവാമൃതം, മണ്ണിലെ സൂക്ഷ്മ ജീവികളെ വളർത്താവുന്ന രീതിയിൽ ബാക്ടീരിയ ഡെവലപ്പ് ചെയ്ത് മണ്ണിലേക്ക് നൽകി അത് ചിലപ്പോൾ രോഗങ്ങളോട് പോരാടാൻ വരെ തക്കതായ രീതിയിൽ മണ്ണിനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ബീജാമൃതം, വിത്തുകൾക്ക് രോഗപ്രതിരോധം നൽകുന്ന രീതി, കാര്യമായിട്ട് മണ്ണിൽ ഇലകൾ, പുല്ല്, വിളവെടുപ്പിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ എന്നിവ കൊണ്ട് മൂടി ഈർപ്പം നിലനിർത്തി മൾച്ചിങ് നടത്തിക്കൊണ്ട് കൃഷി ചെയ്യാനുള്ള എളുപ്പമൊരു മാർഗം. അങ്ങനെ മണ്ണിൽ വെള്ളവും വായുവും അതോടൊപ്പം തന്നെ എയറേഷൻ്റെ പ്രത്യേകതയും നമ്മെ കാര്യമായിട്ട് പഠിപ്പിച്ച അദ്ദേഹമാണ്. നല്ല എയറേഷൻ നൽകിക്കൊണ്ട് കൃഷി നല്ല ലാഭകരമാക്കാം എന്നുള്ള മെത്തേഡ് പഠിപ്പിച്ചത്. ഇതെല്ലാം കൂടിയാണ് പാലേക്കറിൻ്റെ മെത്തേഡിൽ നമുക്ക് പറയാവുന്നത്. സീറോ ബഡ്ജറ്റ് എന്ന് പറയാൻ കാരണം, വിത്തിനോ വളത്തിനോ വേണ്ടി കാശ് കൊടുക്കാതിരിക്കുക. ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ നല്ലതും ന്യായവും തന്നെയാണ്. കാരണം ഇന്നത്തെ വളരുന്ന രാസവിളകളുടെ കാലത്ത് സ്വാഭാവികമായും കാശ് കയ്യിൽ നിന്നും ചോർന്നു പോകാത്ത രീതികൾ ആലോചിച്ച് പോകും. അതോടൊപ്പം നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം കുത്തക കമ്പനികൾക്ക് മണ്ണിനും വിത്തിനും വളത്തിനും വേണ്ടി നൽകിക്കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെന്നാണ് ഉത്തരം. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി ആരും അറിയാതെ സ്വീകരിച്ചു പോകുന്നതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ, ചെലവ് കുറയുന്നു, സീറോ ബഡ്ജറ്റാണല്ലോ. അതോടൊപ്പം മണ്ണിൻ്റെ ആരോഗ്യം, ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നു. രാസവസ്തുക്കൾ ഇല്ലാത്തതിനാൽ ഭക്ഷണ സുരക്ഷിതവും വളരെ ആരോഗ്യകരമാകുന്നു. അതോടൊപ്പം ഒരു പറമ്പിലേക്ക് 2-3 പശുവിനെ വളർത്തുകയും ആണെങ്കിൽ നമുക്ക് വളരെ പ്രകൃതിദത്തമായ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള മെത്തേഡും കൂടിയാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് പാലേക്കറിൻ്റെ കൃഷിരീതി സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന രീതിയിൽ അറിയപ്പെടുന്നു. നമുക്ക് അവലംബിക്കാവുന്ന ഒത്തിരി നല്ല മാതൃകകൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു കൃഷി ശാസ്ത്രജ്ഞന രീതിയിൽ പേരെടുക്കുകയും അനേക സംസ്ഥാനങ്ങളിൽ നല്ല മീറ്റിങ്ങുകൾ നടത്തിയും സെമിനാറുകൾ നടത്തിയും അനേകരെ ബോധവൽക്കരണം നടത്തി ഈ ഒരു മെത്തേഡിലേക്ക് അദ്ദേഹം ആകർഷിച്ചിട്ടുണ്ട്. അത് അനുകരിക്കാവുന്ന മെത്തേഡായിട്ട് പലരും സ്വീകരിക്കാറുമുണ്ട്.